നമസ്കാരം. മലയാളീസ് ഇൻ കുവൈത്ത് ഗൾഫ് വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2020 ജൂൺ 25 വ്യാഴാഴ്ച. വാർത്തകളുമായി മമ്മിക്കോട്ടപ്പുറം. ആദ്യം പ്രധാന വാർത്തകൾ. കുവൈറ്റിൽ 909 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. 2 മരണം റിപ്പോർട്ട് ചെയ്തു. ഖത്തറിൽ ഇന്ന് കോവിഡ് ബാധിച്ച് 2 പേർ കൂടി മരിച്ചു. 1060 പേർക്ക് കോവിഡ് പോസിറ്റീവ്. സൗദി അറേബ്യയിൽ ഇന്ന് 3372 പേർക്ക് കോവിഡ്, 41 മരണം. UAEയിൽ ഇന്ന് 430 പേർക്ക് കൂടി കോവിഡ്, 1 മരണം റിപ്പോർട്ട് ചെയ്തു. ബഹ്റൈനിൽ 508 പേർക്ക് കോവിഡ്, 527 പേർ രോഗമുക്തരായി. ഒമാനിൽ 1366 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. കേരളത്തിൽ ഇന്ന് 123 പേർക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. 53 പേർ രോഗമുക്തി നേടി. കുവൈറ്റിൽ കൊറോണ വൈറസ് പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തി. വൃക്കരോഗിയായ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് കാരുണ്യത്തിന്റെ സഹായഹസ്തവുമായി UAE ഭരണാധികാരി. സർവകലാശാല പരീക്ഷകൾ മാറ്റിവെക്കാൻ നിർദ്ദേശം. അക്കാദമിക് വർഷം ആരംഭിക്കുന്നതും നീട്ടി. അബുദാബിയിൽ പ്രവേശന നിരോധനം തുടരും. ദുബായിൽ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും നീക്കി. ഈ വർഷം അവസാനത്തോടെ കോവിഡ് വാക്സിൻ ലഭ്യമാക്കാൻ UAE. ഡ്രൈവ് ത്രൂ കോവിഡ് ടെസ്റ്റ് നടത്തിയവരുടെ എഹ്തിറാസ് ആപ്പിൽ ചാരനിറമാവില്ല. വാർത്തകൾ വിശദമായി. കുവൈറ്റിൽ 909 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. 558 പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട്. ഇതോടെ രോഗബാധിതരുടെ ആകെ എണ്ണം 42,788 രോഗമുക്തി നേടിയവരുടെ എണ്ണം 33,367 ഉയർന്നു. 24 മണിക്കൂറിനിടെ 2 പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത്. ഇതോടെ രാജ്യത്ത് കോവിഡ് മൂലം മരിച്ചവരുടെ എണ്ണം 339 പുതിയ രോഗികളിൽ 479 പേർ കുവൈത്ത് പൗരന്മാരാണ്. ഫർവാനിയ ഗവർണറേറ്റ് പരിധിയിൽ താമസിക്കുന്ന 243 പേർക്കും, ഹവല്ലി 150, അഹമ്മദി 176, ക്യാപിറ്റൽ ഗവർണറേറ്റിൽ 97, ജഹ്റയിൽ നിന്നുള്ള 243 പേർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. നിലവിൽ 9082 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 152 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 3286 പേരെ കോവിഡ് ടെസ്റ്റിന് വിധേയമാക്കി. രാജ്യത്ത് ഇതുവരെ 3,68,510 കോവിഡ് ടെസ്റ്റുകൾ നടത്തിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഖത്തറിൽ ഇന്ന് കോവിഡ് ബാധിച്ച് 2 പേർ കൂടി മരിച്ചു. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധ മൂലം മരിച്ചവരുടെ എണ്ണം 106. 24 മണിക്കൂറിനിടെ 1060 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ഖത്തർ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 1461 പേർ രോഗമുക്തി നേടി. 17,188 പേരാണ് നിലവിൽ രോഗബാധിതരായി ഉള്ളത്. രാജ്യത്ത് ഇതുവരെ 91,838 പേർക്ക് രോഗം ബാധിച്ചപ്പോൾ 74,544 പേർ രോഗമുക്തി നേടി. 24 മണിക്കൂറിനിടെ 11 പേരെ ICUവിലേക്ക് മാറ്റി. 212 പേരാണ് നിലവിൽ കോവിഡ് ബാധിച്ച് ICUവിൽ ചികിത്സയിൽ കഴിയുന്നത്. സൗദി അറേബ്യയിൽ 24 മണിക്കൂറിനിടെ 3,372 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. അതേസമയം രോഗമുക്തരുടെ എണ്ണത്തിൽ വൻ വർധനവ്. 5,085 പേരാണ് 24 മണിക്കൂറിനിടെ രോഗമുക്തി നേടിയത്. 41 പേർ കൂടി ഇന്ന് മരിച്ചു. ഇതോടെ രാജ്യത്ത് മരണസംഖ്യ 1,428. ആകെ 1,70,639 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ 1,17,882 പേർക്ക് രോഗം സുഖപ്പെട്ടു. UAEയിൽ ഇന്ന് 430 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് 760 പേർക്ക് രോഗം പൂർണ്ണമായും സുഖപ്പെട്ടു. രാജ്യത്ത് ആകെ രോഗികൾ 46,563, രോഗം ഭേദമായവർ 35,165. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഒരാൾ കോവിഡ് ബാധിച്ച് മരിച്ചു. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 308. 11,090 പേരാണിപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. രോഗം കണ്ടെത്തിയവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ബഹ്റൈനിൽ പുതുതായി 508 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇവരിൽ 317 പേർ പ്രവാസി തൊഴിലാളികളാണ്. 189 പേർക്ക് നേരത്തെ രോഗം സ്ഥിരീകരിച്ചവരുമായുള്ള സമ്പർക്കം മൂലമാണ് രോഗം ബാധിച്ചത്. 2 പേർക്ക് യാത്രയിൽ നിന്ന് വൈറസ് ബാധ ഏൽക്കുകയായിരുന്നു. ബുധനാഴ്ച മാത്രം 8,735 കോവിഡ് പരിശോധനകളാണ് ബഹ്റൈനിൽ നടത്തിയത്. ഇതുവരെ 5,02,763 കോവിഡ് ടെസ്റ്റുകൾ ബഹ്റൈനിൽ നടത്തിയിട്ടുണ്ട്. 527 പേർക്ക് പുതുതായി രോഗം ഭേദമാവുകയും ചെയ്തു. ഇതോടെ രാജ്യത്ത് കോവിഡ് ഭേദമായവരുടെ എണ്ണം 17,977. ചികിത്സയിൽ കഴിയുന്ന 162 പേരിൽ 38 പേരുടെ നില ഗുരുതരമാണ്. ആകെ രോഗികളായ 5,525 പേരിൽ 5,487 പേർക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും അധികൃതർ അറിയിച്ചു. ഒമാനിൽ കോവിഡ് ബാധിച്ച് ഇന്ന് 2 പേർ കൂടി മരിച്ചു. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 144. രാജ്യത്ത് ഇന്ന് 1,366 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചു.
ഇതിൽ 680 ഒമാൻ സ്വദേശികളും 686 പേർ വിദേശികളുമാണ്. ഇതോടെ ഒമാനിൽ കോവിഡ് രോഗം ബാധിച്ചവരുടെ ആകെ എണ്ണം 34,902 ഇതിൽ 18,520 പേർ സുഖം പ്രാപിച്ചുവെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം ഇന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. കേരളത്തിൽ ഇന്ന് 123 പേർക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. 53 പേർ രോഗമുക്തി നേടി. തുടർച്ചയായ 7ാം ദിവസമാണ് സംസ്ഥാനത്ത് 100-ലധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. പാലക്കാട് 24, ആലപ്പുഴ 18, പത്തനംതിട്ട 13, തൃശൂർ 10, കണ്ണൂർ 9, കോഴിക്കോട് 7, മലപ്പുറം 6, കാസർഗോഡ് 4, ഇടുക്കി 3, തിരുവനന്തപുരം 2, കോട്ടയം 2, വയനാട് 2 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള പോസിറ്റീവ് കേസുകളുടെ കണക്കുകൾ. 6 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം വന്നു. 113 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. 3,726 പേർക്ക് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചു. 1,761 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 1,59,616 പേരാണ് സംസ്ഥാനത്ത് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 2,349 പേർ ആശുപത്രികളിലാണ്. 344 പേരെ ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുവൈറ്റിൽ കൊറോണ വൈറസ് പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തുന്നതിന്റെ ഭാഗമായുള്ള 2ാം ഘട്ടം ജൂൺ 30 മുതൽ ആരംഭിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായതായി അറിയുന്നു. ഇതിന്റെ ഭാഗമായി നിലവിലെ കർഫ്യൂ സമയത്തിൽ ഇളവ് വരുത്തി. വൈകിട്ട് 8 മണി മുതൽ പുലർച്ചെ 5 മണി വരെയായിരിക്കും പുതിയ കർഫ്യൂ സമയം. നിലവിൽ ലോക്ഡൌൺ ഏർപ്പെടുത്തിയ പ്രദേശങ്ങളിൽ ലോക്ഡൌൺ പിൻവലിക്കുന്നത് സംബന്ധിച്ചും ഉടൻ തന്നെ തീരുമാനമുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപനമുണ്ടാകുമെന്നറിയുന്നു. വൃക്കരോഗിയായ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് കാരുണ്യത്തിന്റെ സഹായഹസ്തവുമായി UAE ഭരണാധികാരി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ദുബായ് കോളേജ് വിദ്യാർത്ഥിയായ പ്രതീക് സിൻഹാദിക്ക് പ്രത്യേക താൽപര്യപ്രകാരം സഹായഹസ്തം നീട്ടിയത്. പ്രതീക്കിന് ഡയാലിസിസ് ചെയ്യാനും വൃക്ക മാറ്റിവെക്കാനുമുള്ള സഹായമാണ് ഷെയ്ഖ് മുഹമ്മദ് വാഗ്ദാനം ചെയ്തത്. ഇത് പ്രകാരം വിവരമറിഞ്ഞ ഷെയ്ഖ് മുഹമ്മദ് പ്രതീക്കിന് കത്തും പൂക്കളും ഐപാഡും സമ്മാനമായി കൊടുത്തയച്ചു. പ്രിയപ്പെട്ട പ്രതീക്, ഇതെന്റെ ചെറിയൊരു ഉപഹാരമാണ്. താങ്കൾ ഇപ്പോൾ സ്വന്തം വീട്ടിലെ സുരക്ഷിതത്വത്തിലാണെന്ന് ഓർക്കുമല്ലോ. താങ്കളുടെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പുഞ്ചിരിയോടെ പോരാടൂ. ഷെയ്ഖ് മുഹമ്മദിന്റെ കത്തിലെ വരികളാണിവ. കോവിഡ് കാരണം ഒരുപാട് ദുരിതങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും ഷെയ്ഖ് മുഹമ്മദ് ഒരു മാലാഖയെപ്പോലെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഇങ്ങനെയാണെന്ന് പ്രതീക്കിന്റെ മാതാവ് ഇന്ദിര പറയുന്നു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സർവകലാശാലാ പരീക്ഷകൾ മാറ്റിവെക്കാൻ നിർദ്ദേശം നൽകി UGC. അവസാന വർഷ ബിരുദ പരീക്ഷകളടക്കം മാറ്റിവെക്കാനാണ് നിർദ്ദേശം. അക്കാദമിക് വർഷം ആരംഭിക്കുന്നത് ഒക്ടോബറിലേക്ക് നീട്ടാനും UGC നിർദ്ദേശിച്ചു. പുതിയ അക്കാദമിക് വർഷം സെപ്റ്റംബറിൽ തുടങ്ങാനായിരുന്നു UGC നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഇതാണിപ്പോൾ നീട്ടിവച്ചിരിക്കുന്നത്. അവസാന വർഷ പരീക്ഷയ്ക്ക് പകരം നേരത്തെയുള്ള ഇന്റേണൽ പരീക്ഷകളുടെയും സെമസ്റ്റർ പരീക്ഷകളുടെയും മാർക്കുകൾ കണക്കിലെടുത്ത് മൂല്യനിർണ്ണയം നടത്താമെന്നും UGC നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് UGC മാർഗനിർദ്ദേശങ്ങൾ പരിഷ്കരിച്ചത്. വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ അടുത്ത ആഴ്ചയോടെ പുറത്തിറക്കുമെന്നും അബ്ദുൽ കലാം മൗലവി റിപ്പോർട്ട് ചെയ്തു. അബുദാബിയിൽ പ്രവേശിക്കുന്നതിനുള്ള നിരോധനം തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. എന്നാൽ എമിറേറ്റ്സിൽ നിന്ന് പുറത്തുപോകുന്നവർക്ക് പ്രത്യേക പെർമിറ്റ് ആവശ്യമില്ല. അബുദാബിയുടെ പടിഞ്ഞാറൻ മേഖലയായ അൽ ദഫ്രയിലെ ഗയാത്തി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കോവിഡ് ടെസ്റ്റിംഗ് പ്രോഗ്രാമും സാനിറ്റൈസേഷനും ഇന്ന് ആരംഭിക്കും. അബുദാബിക്കകത്ത് സഞ്ചരിക്കുന്നതിനോ പുറത്തേക്ക് പോകുന്നതിനോ വിലക്കില്ല. അതേസമയം അബുദാബിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള നിയന്ത്രണം തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. നിശ്ചിത വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഇതിൽ ഇളവ്. UAE ദേശീയ അണുനശീകരണ പ്രക്രിയ പൂർത്തിയാക്കിയതായും യാത്രാ നിയന്ത്രണങ്ങൾ നീക്കിയതായും ബുധനാഴ്ച അധികൃതർ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അബുദാബിയിലേക്ക് പ്രവേശന നിയന്ത്രണം തുടരുന്നതായി വിശദീകരിച്ചത്. അതിനിടെ ദുബായിൽ പൂർണ്ണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ദേശീയ അണുനശീകരണ പദ്ധതി അവസാനിച്ചതോടെ ദുബായിൽ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും എടുത്തുകളഞ്ഞു. മാളുകളിലും റെസ്റ്റോറന്റുകളിലും 12 വയസ്സിന് താഴെയുള്ളവരെയും അനുവദിക്കും. അതേസമയം മാസ്ക് ധരിക്കുന്നതും സോഷ്യൽ ഡിസ്റ്റൻസിംഗ് പാലിക്കുന്നതും തുടരണം. കോവിഡിനെതിരായ വാക്സിൻ ഈ വർഷം അവസാനത്തോടെയോ അടുത്ത വർഷം ആദ്യത്തിലോ ലഭ്യമാക്കാനാവുമെന്ന് UAE. ക്ലിനിക്കൽ പരീക്ഷണങ്ങളുടെ 3ാം ഘട്ടം ആരംഭിച്ചതായും ബുധനാഴ്ച UAE അധികൃതർ അറിയിച്ചു. ചൈനയുമായുള്ള സഹകരണത്തിന്റെ ഭാഗമായാണ് UAEയുടെ പരീക്ഷണം. ലോകത്ത് ആദ്യമായാണ് ഒരു കോവിഡ് വാക്സിൻ 3ാം ഘട്ട ക്ലിനിക്കൽ പരീക്ഷണങ്ങളിലേക്ക് കടക്കുന്നതെന്നും UAE അധികൃതർ അവകാശപ്പെടുന്നു. ചൈനീസ് കമ്പനിയായ സിനോഫോം, അബുദാബി ആസ്ഥാനമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്ഥാപനമായ ഗ്രൂപ്പ് 42 എന്നിവ തമ്മിൽ അടുത്തിടെ ഒപ്പുവെച്ച ധാരണ പ്രകാരമാണിത്. അബുദാബി ഹെൽത്ത് അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ G42 ആയിരിക്കും UAEയിലെ ക്ലിനിക്കൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകുന്നത്. വാക്സിന്റെ 1ഉം 2ഉം പരീക്ഷണ ഘട്ടങ്ങൾ വിപരീത ഫലങ്ങളൊന്നുമില്ലാതെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് UAE ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ ഫരീദ അൽ ഹുസൈനി പറഞ്ഞു.
ഖത്തറിലെ ഡ്രൈവ് ത്രൂ ടെസ്റ്റ് സെന്ററുകളിലെത്തി കോവിഡ് പരിശോധന നടത്തുന്നവരുടെ എഹ്തറാസ് ആപ്പിൽ ചാരനിറം കാണിക്കില്ലെന്ന് പ്രൈമറി ഹെൽത്ത് കോർപ്പറേഷൻ അറിയിച്ചു. ഇവിടെ നിന്ന് സാമ്പിൾ ശേഖരിച്ച ശേഷം എഹ്തറാസ് ആപ്പിൽ ഗ്രീൻ സ്റ്റാറ്റസ് തന്നെയായിരിക്കും. അൽ വഹബ്, അൽ തുമാമ, ലഹബീബ് എന്നിവിടങ്ങളിലായി PHCC 3 ഡ്രൈവ് ത്രൂ ടെസ്റ്റ് കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരുന്നു. പ്രത്യേക ക്ഷണം ലഭിച്ചവരെയാണ് ഇവിടെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കുന്നത്. ഇവിടെ ടെസ്റ്റിന് വിധേയരാവുന്നവരുടെ എഹ്തറാസ് ആപ്പിൽ ഫലം വരുന്നതുവരെ നിറം മാറില്ല. ക്ഷണം ലഭിച്ചിട്ട് ടെസ്റ്റിന് ഹാജരാകാത്തവർക്കെതിരെ നടപടിയൊന്നുമുണ്ടാവില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ഒമാനിൽ കോവിഡ് ബാധിച്ച് 2 മലയാളികൾ മരിച്ചു. പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശി മാത്യു ഫിലിപ്പ് എന്ന സണ്ണി, പാലക്കാട് തിരുവല്ലാമല പഴനൽക്കോട് സ്വദേശി ശശിധരൻ എന്നിവരാണ് മസ്കത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതോടെ ഗൾഫിൽ മരിച്ച മലയാളികളുടെ എണ്ണം 265ആയി. അസുഖബാധിതനായി ഖത്തറിലെ ഹമദ് ആശുപത്രിയിൽ നിന്ന് എയർ ആംബുലൻസിൽ നാട്ടിലെത്തിച്ച കോഴിക്കോട് സ്വദേശി മരിച്ചു. ദീർഘകാലം ഖത്തറിൽ ജോലി ചെയ്തിരുന്ന കോഴിക്കോട് ഓമശ്ശേരി പുത്തൂർ നടമ്മൽപ്പൊയിൽ സ്വദേശി അത്തിക്കോട്ട് മുനാമ്പറ്റ അബ്ദുൽ മജീദാണ് ഇന്ന് രാവിലെ മരിച്ചത്. ഇതോടുകൂടി മലയാളീസ് ഇൻ കുവൈത്ത് ഗൾഫ് വാർത്ത ഇന്നിവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ അടുത്ത ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.